ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ തമ്മിൽ കണ്ടിട്ട് കുറേ നാളായി, പനിയൊക്കെ പിടിച്ച് ഒച്ചയൊക്കെ പോയിരിക്കുകയാണ്. ഈ കേക്ക് കാണുമ്പോൾ നിങ്ങളുടെ വയറിൽ നല്ല വെള്ളം വരുന്ന എനിക്കറിയാം. എൻ്റെ വയറിൽ നിന്നും വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു മസ്റ്റ് ട്രൈ കേക്കാണ്. മത്ത് പിടിപ്പിക്കുകയില്ല, നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റും. 330 റുപ്പീസ് ആയിരുന്നു, ഭയങ്കര വെർത്താണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ അവിടുത്തെ ഒരു ഗാർലിക് ചിക്കൻ ട്രൈ ചെയ്തു. അത് അത്ര ഇഷ്ടപ്പെട്ടില്ല എനിക്ക്. അതിൻ്റെ കോട്ടിംഗ് ഒന്നും പോരായിരുന്നു. സോസ് മുക്കി കഴിക്കാൻ കൊള്ളാം. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കണ്ണൂർ പഴയങ്ങാടി മെറ്റാനോവയിലാണ്. ഇപ്പോൾ ഞാൻ ലൊക്കേഷൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ പാടെ കുറച്ച് തനിമയുള്ള ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ കണ്ണൂർ ശ്രീകൃഷ്ണയിലാണ് പോയത്. ശ്രീകൃഷ്ണയിൽ പോയിട്ട് ഞാൻ യൂട്യൂബിൽ ആരുടെയോ അവിടുത്തെ മൈസൂർ പനീർ മസാല ദോശ കിടില്ല എന്ന് കേട്ടോണ്ടാണ് ഞാൻ പോയത്. പക്ഷേ എനിക്ക് അവർ തന്നത് നോർമൽ പനീർ മസാല ദോശയായിരുന്നു. അത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ട്, പക്ഷേ ഭയങ്കരമായ ടേസ്റ്റ് എന്ന് ചോദിച്ചാൽ എനിക്ക് അത്ര തോന്നിയില്ല. നമുക്ക് നല്ല രീതിയിൽ കഴിക്കാം, അത്രയേ ഉള്ളൂ. അത് ചട്നിയൊക്കെ മുക്കി കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടായിരുന്നു. സാമ്പാർ അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അതിനുള്ളിൽ നല്ല ക്വാണ്ടിറ്റിയിൽ പനീർ ഉണ്ടായിരുന്നു. പനീർ ദോശയിൽ പിന്നെ ചിക്കൻ ഉണ്ടാവുള്ളൂ. അപ്പം ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചായ വാങ്ങി. ചായേൻ്റെ കൂടെ നല്ല മുരിഞ്ഞ വട അവിടെ ഉണ്ടാക്കുന്ന കണ്ടുകൊണ്ട് കൊതി പിടിച്ചിട്ട് രണ്ടെണ്ണം അതും വാങ്ങി. അപ്പോൾ അത് ഞാൻ ആ ചുമന്ന ചട്നിയിലും വെള്ള ചട്നിയിലും മുക്കി കഴിച്ച് ഒരു സിപ്പ് ചായ. അയ്യോ സ്വർഗം. ഇത് കൂടാതെ ഞാൻ അവിടെ നിന്നൊരു ചാറ്റും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ചാറ്റ് റോഡ് സൈഡിൽ നിന്നൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടിയില്ല. മേ ബി നല്ല വൃത്തിക്ക് ഉണ്ടാക്കുന്നതുകൊണ്ടായിരിക്കും. അപ്പം ടോട്ടൽ എനിക്ക് അറൗണ്ട് ഒരു 200 റുപ്പീസാണ് ആയത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല ഫുഡ് കഴിക്കാൻ വേണ്ടി ശ്രീകൃഷ്ണ ഈസ് എ ബെസ്റ്റ് ഓപ്ഷൻ. ഓക്കെ, ബൈ.